ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പഞ്ചാബിലേക്കുള്ള ആദ്യത്തെ യാത്ര നമ്മൾ പുറപ്പെടാൻ പോയാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 11:45 നമ്മൾ വന്നിരിക്കുകയാണ്. കാരണം ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 മണിക്ക് നമ്മുടെ പരശുരാമുണ്ട്. ആ പരശുരാമന് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2:30 മണിക്ക് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ അമൃത്സർ എക്സ്പ്രസ് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 12:15 കയറി തൃശ്ശൂരെത്തി. ഇത് നമ്മുടെ അമൃത്സർ എക്സ്പ്രസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ സ്ലീപ്പറിൽ കയറിയിട്ട് 2 ദിവസത്തെ ജേണിയാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് 2:30 മണിയായപ്പോൾ നമ്മുടെ അമൃത്സർ എക്സ്പ്രസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് കോഴിക്കോട് എത്താറായപ്പോഴാണ് നമ്മുടെ ആ ഒരു സിനിമയിൽ മോഹിനിയാട്ടം അതുപോലെ തന്നെ ഭരതനാട്യം സിനിമയിലുള്ള ബിജിലിനെയും നിജിലിനെയും ആ ഇരട്ട ആക്ടേഴ്സിനെ നമുക്ക് കാണാനിടയായി. അപ്പോൾ അവരോടൊക്കെ നമ്മൾ കുറേ നേരം സംസാരിച്ചു, ചെറിയൊരു റീലൊക്കെ ചെയ്ത് അങ്ങനെ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കണ്ടു, കുറച്ച് പട്ടാളക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ. അപ്പോൾ അവരോടൊപ്പം നമ്മൾ കുറച്ച് എന്തിട്ടാണ് ഈ പന്നിമലടുത്ത് കളിയൊക്കെ കളിച്ച് കളിയൊക്കെ കളിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാത്രി മാംഗ്ലൂർ എത്തിയപ്പോൾ നമ്മൾ ഫുഡ് മേടിച്ചു. അങ്ങനെ മാംഗ്ലൂർ ജംഗ്ഷനാണ് ഈ കാണുന്നത്. അങ്ങനെ മാംഗ്ലൂർ ജംഗ്ഷനിൽ നമ്മൾ ഫുഡ് മേടിച്ചത് നമ്മുടെ പൊറോട്ടയും ഇറച്ചിയായിരുന്നു. അങ്ങനെ ഇറച്ചിക്കറിയൊക്കെ കഴിച്ചു. അതിൻ്റെ ബാലൻസൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ പ്ലേറ്റും തന്നിട്ടുണ്ടായില്ല. ആ പ്ലേറ്റൊക്കെ ഞങ്ങൾ പാൻട്രിയിൽ നിന്നൊക്കെ ഒപ്പിച്ചിട്ടൊക്കെയാണ് കഴിച്ചത്. അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ രത്നഗിരി എത്തി. അങ്ങനെ രത്നഗിരി ആ ഒരു ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ രത്നഗിരി സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അപ്പോൾ രത്നഗിരി സ്റ്റേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ മാംഗോ മേടിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മാങ്ങയൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ രത്നഗിരി എത്തിയപ്പോഴേക്കും നേരം വെളുത്തു, നന്നായിട്ട് വിശന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും വിൽക്കുന്ന ഒരു കട കണ്ടു. അപ്പോൾ നല്ല ചൂടോടുകൂടിയുള്ള ഇഡ്ഡലിയും ചമ്മന്തിയും രാവിലെ തന്നെ അകത്താക്കിയാണ്. പല്ലൊന്നും തേച്ചിട്ടില്ല. അതിക്ക് മുമ്പ് തന്നെ വിശന്നത് കാരണം പെട്ടെന്ന് തന്നെ തിന്നാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പല്ല് തേക്കാണ്. അതിശീഘ്രം നല്ല സുഭിക്ഷമായിട്ടുള്ള പല്ല് തേക്കലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വീണ്ടും നമ്മുടെ സ്ലീപ്പറിൽ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാനില്ല, എല്ലാവരും വീണ്ടും കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രാത്രി പോലെ, അതായത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുട്ട് പോലെയായി. ഇങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഈ ഡേ മുഴുവനായിട്ട് നമ്മൾ നമ്മുടെ സ്ലീപ്പർ കോച്ചിലിരിക്കണം. നാളെ ഒരു ഉച്ചയാകുമ്പോഴാണ് നമ്മൾ എത്തുക. അങ്ങനെ ഏകദേശം നമ്മൾ പൻവേലിൽ എത്താറായപ്പോൾ വടാപ്പാവ് കഴിച്ചു. വീണ്ടും നമ്മുടെ ചീട്ടുകളി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു ഉച്ച സമയമായപ്പോഴേക്കും നമ്മൾ പൻവേലിലെത്തുകയാണ്. അപ്പോൾ ഇതാണ് പൻവേൽ സ്റ്റേഷൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാജസ്ഥാനിൽ പോകുമ്പോൾ ഉണ്ടായ അതുപോലെ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പൻവേലിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ വണ്ടി വിടാറായപ്പോൾ ഓടിയതേ കയറി. അങ്ങനെ വണ്ടി വിട്ടു. വീണ്ടും നമ്മുടെ ഉറക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വേറെ ഒന്നും ചെയ്യാനില്ല. കിടന്നുറങ്ങുന്നു, പന്നി മലർത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. ഇത് തന്നെ നമ്മുടെ പരിപാടി. അങ്ങനെ രാത്രിയായി നമ്മൾ ഫുഡ് കഴിക്കണം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ ബിരിയാണി വരാറായി. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബിരിയാണി എത്തുകയായി. ഇതാ ബിരിയാണിയും കൊണ്ട് നമ്മുടെ ആളെത്തി. ഈ കാണുന്ന പൊതി മുഴുവൻ ബിരിയാണിയാണ്. നമ്മുടെ സോൾജേഴ്സ് എല്ലാവരും കൂടി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബിരിയാണി നമ്മളിത് ഓരോ പാക്കറ്റ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണ്. ബിരിയാണി കഴിക്കുന്ന ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ നിസാമുദ്ദീനിലേക്ക് ഇഷ്ടംപോലെ ട്രെയിനുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്ഥലം കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നിസാമുദ്ദീൻ കണ്ടു. നിസാമുദ്ദീനിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറി. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ന്യൂഡൽഹിയിൽ നമ്മുടെ വണ്ടി ചെന്നേക്കാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ അമൃത്സർ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒന്നും പറയാനില്ല, വണ്ടി വളരെ ഫാസ്റ്റാണ്, വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ന്യൂഡൽഹിയിൽ കറക്റ്റ് സമയത്ത് വണ്ടി എത്തിച്ചു. അങ്ങനെ വീണ്ടും നമ്മൾ അമൃത്സറിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. നമുക്ക് ചുറ്റിനും ഇഷ്ടംപോലെ സൂര്യകാന്തി പടം, ഏക്കർ കണക്കിന് സൂര്യകാന്തി പടമാണ്. ഈ കാണുന്നതൊക്കെ സൂര്യകാന്തി പടത്തിൻ്റെ അംശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ലോ ആക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ സ്ലോ ആക്കുന്ന സമയത്തൊന്നും സൂര്യകാന്തി പടം അടുത്തെങ്ങുമില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ജലന്ധറിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ റൊട്ടിയും അതുപോലെ തന്നെ ഈ ഒരു കറി ഉപയോഗിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ലോണം വിശന്നത് കാരണം പിന്നെ രുചിയൊന്നും നോക്കിയില്ല, നല്ല കിടിലനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ചീട്ടുകളി കണ്ടിന്യൂ ചെയ്യണം.
ചീട്ടുകളിയാണ്. അങ്ങനെ ചീട്ടുകളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം വീണ്ടും നമ്മൾ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങും. അതിനിടയ്ക്ക് ഒരു ലുഡോ കളിയൊക്കെ കളിച്ചു. വീണ്ടും നമ്മൾ ഒരുപാട് നേരത്തെ ഇരിപ്പിന് ശേഷം ഏകദേശം 2 മണിയായപ്പോൾ നമ്മൾ അമൃത്സർ പഞ്ചാബിലെത്തുകയാണ്. അപ്പോൾ പഞ്ചാബിൽ വരിക എന്നുള്ളത് വളരെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അമൃത്സറിൽ വന്നിറങ്ങിയാണ്. അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി നമുക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്തണം. ഓട്ടോറിക്ഷയിൽ കയറി ഇടം കണ്ടെത്താൻ വേണ്ടി പോയി. ഓട്ടോറിക്ഷക്കാരൻ ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇറക്കി. അവിടെ നമ്മൾ താമസിച്ചു. ഏകദേശം 4 മണിയായപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനെത്തി. അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളാണ് നമ്മുടെ ലഞ്ച്. റൊട്ടി, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പയർ കൊണ്ടുള്ള ഒരു ചട്നി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല വിശപ്പുള്ളത് കാരണം നല്ല ടേസ്റ്റോട് കൂടി ഏകദേശം 4 റൊട്ടിയോളം ഞങ്ങൾ അകത്താക്കി എന്നുള്ളതാണ് പറയാനുള്ള മിക്ക കാരണം. അങ്ങനെ ഇവിടെ നമുക്ക് ചിക്കൻ കിട്ടുമോ ബീഫ് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ബീഫ് എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പാണ്. ചിക്കനും മട്ടനൊക്കെ കിട്ടുമെന്ന് അവരുടെയൊക്കെ പറയണത് കേട്ടു. വൈകുന്നേരം ആകുമ്പോഴേക്കും ചിക്കനും മട്ടനും അന്വേഷിച്ച് പുറപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഈ ഭക്ഷണത്തിന് ശേഷം എന്തായാലും കിടന്നുറങ്ങണം. കാരണം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് യാത്ര അതികഠിനമായിരുന്നു. മീൻസ് സ്ലീപ്പറിലായതുകൊണ്ട് തന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മര്യാദക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നമ്മുടെ നോർത്തിലെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഉറങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങളൊരു ഷോപ്പിംഗ് നടത്തി. അതിനുശേഷം രാത്രി ഭക്ഷണം കഴിക്കണം. രാത്രി ഭക്ഷണം ഈ ഒരു റൊട്ടിയാണ് കേട്ടോ കഴിച്ചത്. ഈ റൊട്ടി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള റൊട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ പഞ്ചാബ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി നല്ല ക്ലാസ് ഗോതമ്പിൻ്റെ ഒരു നാടാണല്ലോ. അപ്പോൾ ആ ഗോതമ്പ് പൊടി എന്നൊക്കെ പറയുമ്പോൾ ആ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയേക്കുന്ന വിഭവങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. ഇവിടുന്ന് മട്ടൻ്റെ ഗ്രേവി കിട്ടി. മട്ടൻ കിട്ടിയില്ല, ചിക്കൻ കിട്ടിയില്ല. ഇത് രണ്ടും പെട്ടെന്ന് തീർന്നു പോയി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഗ്രേവി കിട്ടി. നമ്മളെന്തായാലും അത് നന്നായിട്ട് തന്നെ ഭക്ഷിച്ചു. നല്ല വിശന്ന് നല്ല ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭക്ഷിച്ചു. അപ്പോൾ നമ്മുടെ ഈ റൊട്ടി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ട ഈ ഒരു പൊള്ളിച്ചെടുക്കുന്ന റൊട്ടിയാണ്. ഒരിക്കലും അതിൻ്റെ അകത്ത് ഓയിലോ അങ്ങനെ വേറെ എന്തൊരു സാധനങ്ങളൊന്നും വരുന്നില്ല. അത് ഈ ഒരു അടുപ്പിൻ്റെ ഇടയിൽ ഉള്ളിൽ വെച്ചിട്ട് അത് പൊള്ളിച്ചെടുത്തിട്ട് അതാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ വീണ്ടും നമ്മൾ പഞ്ചാബിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.